അർജന്റീനയുടെ മത്സരങ്ങൾ എത്ര സിമ്പിൾ ആണ്. അടുത്ത മത്സരം വരുന്നത് ചെറിയൊരു ടീമുമായിട്ടാണ്. അർജന്റീനയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ഫുട്ബോൾ ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അർജന്റീനയുടെ സെമി ഫൈനൽ വരെയുള്ള റൂട്ട് ഭയങ്കര സ്മൂത്ത് ആണ് എന്നുള്ളത്. വളരെ ചെറിയ ചെറിയ ടീമുകളാണ് അർജന്റീനയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം. നമുക്കറിയാം അടുത്ത മത്സരം, അതായത് റൗണ്ട് ഓഫ് 32 മത്സരം അർജന്റീനയ്ക്ക് വരുന്നത് കേപ്പ് വെർദെയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെറിയൊരു ടീം കേപ്പ് വെർദെയുമായിട്ടാണ് അർജന്റീനയുടെ കളി എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ആരാണ് കേപ്പ് വെർദെ, എന്താണ് കേപ്പ് വെർദെ? കേപ്പ് വെർദെ നമ്മളൊരു ചെറിയ ടീമായിട്ട് ഇനിയും കാണണോ എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം നമുക്കറിയാം കേപ്പ് വെർദെ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ, വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാവണം വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ഗ്രൂപ്പ് അങ്ങനെയായിരുന്നു. കാരണം കേപ്പ് വെർദെ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടുപോയി എന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പിലാണ് വന്നുപെട്ടത്. ഗ്രൂപ്പിൽ സ്പെയിൻ ഉണ്ടായിരുന്നു, അതായത് ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെയിൻ, ഈ വർഷത്തെ വേൾഡ് കപ്പ് ഫേവറേറ്റ്സിൽ ഒന്നായിട്ടുള്ള സ്പെയിൻ, ലമിൻ യമാലിന്റെ സ്പെയിൻ. മറ്റൊന്ന് ഉറുഗ്വേ ആയിരുന്നു, മാർസലോ ബിയൽസയുടെ ഉറുഗ്വേ. മറ്റൊന്ന് ഏഷ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീം സൗദി അറേബ്യ. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയ സൗദി അറേബ്യ, അതേ സൗദി അറേബ്യ. അപ്പൊ അവർക്കിടയിലേക്കാണ് ഈ കേപ്പ് വെർദെ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ കേപ്പ് വെർദെ വരുന്നു, ആദ്യ മത്സരം സ്പെയിനുമായിട്ടാണ്. സോ കേപ്പ് വെർദെയുടെ മെന്റാലിറ്റി സ്പെയിനുമായിട്ടുള്ള മത്സരത്തിലാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അവര് വെറുതെ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി മാത്രം വന്നതല്ല എന്ന് അവർ ആദ്യത്തെ സിഗ്നൽ തരുന്നത് ഈ സ്പെയിനുമായിട്ടുള്ള മത്സരത്തിലാണ്. 0-0 എന്ന സ്കോറിൽ അവർ സ്പെയിനോട് സമനില പിടിച്ചു. മറ്റാരോടുമല്ല, സ്പെയിനിനോട്. ഈ വർഷത്തെ വേൾഡ് കപ്പ് തൂക്കുമെന്ന് പലരും അവകാശപ്പെടുന്ന സ്പെയിനിനോടാണ് അവര് 0-0 എന്ന സ്കോറിൽ സമനില പിടിച്ചത്. അതും സ്പെയിനെ വെള്ളം കുടിപ്പിച്ചു. അവര് സ്പെയിനിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവര് വിലങ്ങിട്ട് പൂട്ടി എന്നുള്ളതാണ്. സ്പെയിൻ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേപ്പ് വെർദെയോട്. 0-0 എന്ന സ്കോറിൽ സ്പെയിനെ തളച്ച് അവർ ഒരു പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു. കേപ്പ് വെർദെ ഒരു പോയിന്റ് വേൾഡ് കപ്പിൽ എടുത്തിരിക്കുന്നു. രണ്ടാം മത്സരം ഉറുഗ്വേയുമായിട്ടാണ് വരുന്നത്. ഉറുഗ്വേയുമായിട്ട് രണ്ടാം മത്സരം വരുന്നു. ഉറുഗ്വേ ഓൾറെഡി സ്പെയിനുമായിട്ടുള്ള കേപ്പ് വെർദെയുടെ മത്സരങ്ങളൊക്കെ കണ്ട് അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഉറുഗ്വേ വരുന്നത്. 21 മിനിറ്റിൽ ഉറുഗ്വേക്കെതിരെ കേപ്പ് വെർദെ വലകുലുക്കുന്നു. എന്നാൽ ഉറുഗ്വേ തിരിച്ച് 2 ഗോളുകൾ, അതായത് 44 മിനിറ്റിലും 45 മിനിറ്റിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിലും വലകുലുക്കി. അങ്ങനെ 2-1 എന്ന സ്കോറിൽ കേപ്പ് വെർദെനെ പിന്നിലാക്കുന്നു ഉറുഗ്വേ. എന്നാൽ ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സിലിടാവേ എന്ന് പറഞ്ഞുകൊണ്ട് 61 മിനിറ്റില് കേപ്പ് വെർദെ ഉറുഗ്വേക്ക് മറുപടി കൊടുക്കുന്നു. മത്സരം തീരുമ്പോൾ 2-2 എന്ന സ്കോറിൽ സമനില പിടിക്കുന്നു കേപ്പ് വെർദെ. അങ്ങനെ രണ്ടാമത്തെ പോയിന്റും കേപ്പ് വെർദെ സ്വന്തമാക്കുന്നു. അവസാനം ഇന്ന് പുലർച്ചെ സൗദി അറേബ്യയുമായിട്ടുള്ള മത്സരം, അതിലും അവർ തോൽക്കുന്നില്ല. 1-1 എന്ന സ്കോറിൽ, 0-0 എന്ന സ്കോറിൽ അവർ സമനില പിടിക്കുന്നു. അങ്ങനെ 3 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് കേപ്പ് വെർദെ സ്പെയിന്റെ തൊട്ട് താഴെ 2ാം സ്ഥാനത്ത് ടേബിളിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് റൗണ്ട് ഓഫ് 32 പോകുന്നു. അതായത് ഉറുഗ്വേയും അതേപോലെ സൗദി അറേബ്യയും പിന്നിലാക്കിക്കൊണ്ട് അവര് റൗണ്ട് ഓഫ് 32 പോകുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്നാൽ ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ലടാവേ. ഇതായിരുന്നു കേപ്പ് വെർദെയുടെ മെന്റാലിറ്റി. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വേൾഡ് കപ്പില് ഇതുവരെ ഒരു ടീമിനും കേപ്പ് വെർദെനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്പെയിനിന് കേപ്പ് വെർദെയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് റൗണ്ട് ഓഫ് 32 അർജന്റീനയുടെ എതിരാളികളായിട്ട് കേപ്പ് വെർദെ എത്തുന്നത്. സോ നമുക്കറിയാം അർജന്റീനയുടെ മത്സരങ്ങൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ 2 മത്സരങ്ങൾ കണ്ടു. മെസ്സി മാരക ഫോമിലാണ്. മെസ്സി അല്ലാതെ മറ്റാരും അവിടെ സ്കോർ ചെയ്തിട്ട് കൂടിയില്ല. മെസ്സി ഡിപ്പെൻഡഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അർജന്റീനയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള ഒരു അർജന്റീന. എന്നാൽ കേപ്പ് വെർദെയുടെ മെന്റാലിറ്റി, ഞങ്ങൾ തോൽക്കില്ല, ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന മെന്റാലിറ്റിയിൽ കളിക്കുന്ന കേപ്പ് വെർദെ പിന്നെ ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്ന അർജന്റീനക്കെതിരെ കളിക്കുമ്പോൾ കേപ്പ് വെർദെ പോലെ ഒരു ടീമിന്റെ വീര്യം, അവരുടെ ശൗര്യം കൂടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ നമുക്ക് കണ്ടറിയാം, ഈ വരുന്ന ജൂലൈ 4-ാം തീയതി കേപ്പ് വെർദെയും അർജന്റീനയും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. സോ നമുക്ക് കണ്ടറിയാം ഈ വേൾഡ് കപ്പില് കേപ്പ് വെർദെയുടെ ആദ്യത്തെ തോൽവി അന്ന് സംഭവിക്കുമോ, അതോ അർജന്റീന വെള്ളം കുടിക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. സോ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. കേപ്പ് വെർദെ അവര് വെറുതെ അല്ല ഈ വേൾഡ് കപ്പിന് വന്നിരിക്കുന്നത്. താങ്ക് യു.